ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആളുകൾ മെസ്സേജ് അയക്കും, കമൻസിലൊക്കെ വന്ന് പറയുകയും ചെയ്ത വീഡിയോ ആണിത്. എൻ്റെ വെഡ്ഡിങ് ഡേ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ പുലർച്ചെ 1:30 മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിരുന്നു. കാരണം എനിക്ക് വയ്യായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴാണ് ആലോചിക്കാമെന്ന് ഡോക്ടർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ചേച്ചി വന്നിട്ട് എന്നോട് സംസാരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊന്ന് കഴിക്കോ? നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് മരുന്ന് കേട്ടിട്ട് വേണം കഴിക്കാൻ. സമയത്ത് തന്നെ പണി കിട്ടിയല്ലേ. ഇത് കഴിഞ്ഞിട്ടെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. മുണ്ടാ പോയാണി നമ്മുടെ സ്വന്തം ബ്യൂട്ടീഷ്യൻ ഓ പേരിന് പറഞ്ഞപ്പോഴേ കൊണ്ടു ആൾക്ക്. ഇതാണ് ജയ ജനാർദ്ദന കൃഷ്ണ ജന്മമോചൻ. തുളസിക്കതിന് കാത്തിരിക്കുക. പോടത്തൊന്ന് എറിഞ്ഞെടുത്തിട്ട് നീറ്റ് പൊക്കോളാം. ഇതൊക്കെ മേക്കപ്പ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഇഞ്ചക്ഷൻസ് അടിക്കാനായിരുന്നു. എനിക്ക് IV പോകാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 2-3 ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. പക്ഷേ 3 ദിവസമായി ക്യാൻഡിലിട്ടിട്ട് നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ നോർമലി ഉള്ള മരുന്നല്ലല്ലോ. ആൻറ്റിബയോട്ടിക് 1-1.5 മണിക്കൂർ കയറുന്നു. അപ്പോൾ നല്ല വെയിൻസൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് വലത്തേക്കലും കിട്ടുന്നില്ല, ഇടത്തേക്കലും കിട്ടും. എനിക്ക് വേദന സഹിക്കാഞ്ഞിട്ട് ഞാൻ അജുനോട് പറയാം വീഡിയോ ഒന്നും എടുക്കൽ. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് പീലി മേക്കപ്പ് അല്ലെ ജിഷ് ചേച്ചി കേട്ടോ. അടിപൊളി മേക്കപ്പായിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ എങ്ങനെയാണോ നോർമലി ഉള്ളത് അതുപോലെ തന്നെ, അത് കൂടുതലൊന്നുമില്ല കുറവില്ല. അതായത് എൻ്റെ ഫീച്ചേഴ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മേക്കപ്പായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് IV ഇടുന്നതാണ്. കാരണം നല്ല പെയിനെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പെയിനായിരുന്നു. ഞാനിങ്ങനെ കരയാൻ വയ്യല്ലോ, മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കരയൊന്നും ചെയ്തില്ല. കാരണം പിന്നെ ജിഷേച്ചിനെ വീണ്ടും ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പെയിൻ സഹിക്കാതെ വന്നപ്പോൾ നേഴ്സ് എടുത്തിട്ട് എനിക്കൊരു പില്ലോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു. അവനൊരു ചെറിയൊരു ശ്വാസം മുട്ടല്ല, ചുമയും മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവന് നെബുലൈസ് ചെയ്യാൻ അവനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവനടുത്തുള്ളതുകൊണ്ട് എനിക്ക് അത്ര അധികം പെയിൻ അറിഞ്ഞില്ല അവൻ്റെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും. പിന്നെ കല്യാണമല്ലേ, ഈ കാനുലയിൽ ആരെങ്കിലും വന്ന് തൊടുക നമുക്ക് ഷെയ്ക്കാനൊക്കെ തരുന്ന സമയത്ത് അതെങ്ങാനും പിടിച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ബ്ലഡ് വന്ന് ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് കാനൽ ഊതുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്ക് നീനോ ആദ്യം ആരൊക്കെയോ എനിക്ക് വാരി തന്നു. അതുല്ലിട്ട് വാരി തന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം. ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. ഇതായിട്ട് പൊന്നൊക്കെ എല്ലാവരും സെറ്റായിട്ടിരിക്കുക. ഞാൻ മാത്രമാണ് ഇങ്ങനെ വെള്ളത്തിൽ വീണ കോഴീനെ പോലത്തെ. എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ നമ്മൾ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ കല്യാണത്തെ പറ്റി മെമ്മറീസ് എന്താണെന്ന്. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലും ഇഞ്ചക്ഷൻസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർമ്മയില്ലേ. കണ്ടോട്ടെ, എൻ്റെ ഫൈനൽ ലുക്കാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് ചെറിയമ്മേനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി റെഡിയായപ്പോൾ മഴ. ഒരു മഴ ദിവസമായിരുന്നു വെച്ചാൽ മഴ ദിവസമായിരുന്നു, എന്നാൽ മഴ മാറി നിന്ന് വെച്ചാൽ മഴ മാറി നിന്നു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. എനിക്ക് നല്ല ടെൻഷനായിട്ടില്ല, എൻഗേജ്മെൻറ്റിൻ്റെ ടെൻഷൻസ് ഒന്നും എനിക്ക് കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡായിരുന്നു. പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർഡ്, മെൻ്റലി പ്രിപ്പയർഡായിരുന്നു. പക്ഷേ ഫിസിക്കലി ഞാൻ നല്ല പ്രിപ്പയർഡായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ കിടന്നത് കാരണം തന്നെ. ഇനി എൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഒരു എന്താ പറയുക, മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഇനി പോകില്ല. കാരണം ഞാൻ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ മെൻ്റലി വീക്കാവും. വിശാഖാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഇവിടുത്തെ അച്ഛനും അമ്മയാണെങ്കിലും എല്ലാവരും മെൻ്റലി വീക്കാവും കേട്ടോ. ഈ വരുന്ന മഞ്ഞ ചുരിദാറില്ലേ, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാട്ടോ അക്ഷയ. അവൾ ഒരുപാട് ദൂരത്തു നിന്നാണ് കല്യാണത്തിന് വരുന്നത്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അത്യാവശ്യം ദൂരത്തു നിന്നാണ് വരുന്നത്. പിന്നെ അതേ അപ്പുറത്ത് വിശാഖ് വന്നു. വിശാഖിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. അവിടെ ദീപ് ടപ്പ് 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 എന്ന് പറഞ്ഞ് ചെറുടാന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. വിശാഖ ഇറങ്ങിയിട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേദന ഉണ്ടെങ്കിലും, വേദനയുണ്ട്, ബോഡി പെയിനും എനിക്ക് ശ്വാസം മുട്ടും ചെസ്റ്റ് പെയിനും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അപ്പു വിശാഖിനെ വെൽക്കം ചെയ്തു. അപ്പും
അച്ഛനും കൂടി വെൽക്കം ചെയ്തു. പിന്നെ ഈ വരുന്ന ബാവാക്ക കേട്ടോ, അച്ഛൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ്. ബാവാക്കനോട് പറഞ്ഞു നീയും ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് ബാവാക്ക എന്നെ ഇറങ്ങാൻ വേണ്ടി വിളിക്കുന്ന കേട്ടോ. ഇത് പിന്നെ എന്താ പറയുക, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയമാണ്. പിന്നെ എൻ്റെ മുഖത്തും ഫേസിലും ബോഡിയിലൊക്കെ നല്ല നല്ല നീരുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന സ്റ്റിറോയിഡ്, അതായത് നെബുലൈസേഷനായിട്ടും ഇഞ്ചക്ഷൻസായിട്ടും എടുക്കുന്ന സ്റ്റിറോയിഡ്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ ഞാൻ ആകെ, അതായത് ഇഞ്ചക്ഷൻസൊക്കെ നിർത്തി, ഇപ്പോൾ നെബുലൈസേഷൻ നമുക്ക് കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. ഞാനത് വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതേ വിശാഖ അവിടെ ഇരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഈ മണ്ഡപം അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പൂക്കുല, താലം, ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ, പിന്നെ മറ്റൊന്ന് അത്തരം ആചാരങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഞാനും അച്ഛനും അമ്മി, എൻ്റെ ചേച്ചിമാർ, എനിക്ക് 2 ചേച്ചിമാരുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അവർ പുറകിൽ വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. അവർ പിന്നെ അപ്പു, ഞങ്ങളല്ല 2 ചേച്ചിമാർ, പച്ചയും ബ്ലൂ എൻ്റെ ചേച്ചിമാരാണ്. അപ്പവും വന്നു. പിന്നെ അച്ഛൻ ദേ എവിടെയുണ്ട്, അച്ഛൻ്റെ ആ വൈറ്റ് ഷർട്ട്. പിന്നെ എൻ്റെ മാമന്മാർ, ഞാൻ മാടി വിളിക്കുന്നുണ്ടല്ലോ കുറച്ച് മുന്നത്തെ വീട്ടിൽ, എൻ്റെ മാമനെ വിളിച്ചതാണ്. അങ്ങനെ മാമനോട് വരാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. പിന്നെ അതുപോലെ വിശാഖനോട് സംസാരിച്ച് നിൽക്കുന്നത് ജയേട്ടനും അസ്കറാക്കി, അച്ഛൻ്റെ പാർട്ടി സുഹൃത്തുക്കളാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നു. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന പച്ച ഷർട്ടൊക്കെ വിശാഖിൻ്റെ അച്ഛനാട്ടോ. പിന്നെ ഇതിങ്ങനെ ഓരോരുത്തർ DYFയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ കയറി വരുന്നത്. ഇനിയൊരു അനൗൺസ്മെൻ്റൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അതാ വരുന്ന ബ്ലൂ ഷർട്ടൊക്കെ DYFയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശ്യാമേട്ടനാണ്. ഇങ്ങനത്തെ ഒരു ചടങ്ങ് നിങ്ങളിതിൽ ഇത് മുന്നത്തെ ഒരു കല്യാണങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു പ്രത്യേക ഒരു ചടങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഇതേ മാലിടുന്നു. മലയിടാൻ വേണ്ടി എൻ്റെ മാമൻ, മൂത്ത മാമൻ മരിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മാമനാണ് മാല തരുന്നത്. റെഡ് ഫ്ലവർ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് മാത്രമായിരുന്നു അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ആചാരം. അതെല്ലാം താലികെട്ടലോ സിന്ദൂരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും യോജിപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ താലി കെട്ടി അങ്ങനെ അതൊക്കെ എന്നോ മാറ്റേണ്ട ഒരു തോട്ടാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത്. 2 വീട്ടുകാർക്കും കുറേയൊക്കെ എതിർപ്പും യോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുദ്രാവാക്യം വിളി, ഇതൊക്കെ നിങ്ങൾ നോർമലി കാണുന്ന കല്യാണങ്ങളിൽ കാണാത്ത പ്രോസസ്സാണ് കേട്ടോ. പിന്നെ റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് എൻഗേജ്മെൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അതുണ്ടായിരുന്നു. അപ്പോൾ അതും സംഭവിച്ചു. മുദ്രാവാക്യം വിളി അവിടെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് അച്ഛൻ കൈ പിടിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ അത്ര കുറച്ചൊരു കണ്ണ് നിറഞ്ഞൊന്നും എനിക്കൊരു സംശയം. അടുത്ത് നിൽക്കുന്നവരൊക്കെ മനുഷ്യ കരയുള്ള തയ്യാറെടുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ മുഖത്ത് എനിക്കെന്തോ ഒരു വിഷമം തോന്നി. പിന്നെ പൂവല്ല, സോറി, ബൊക്കെ. ഞങ്ങൾക്ക് 2 പേർക്കും, അപ്പുവാണ് എൻ്റെ അനിയനാട്ടോ, ബ്ലൂ ജുബ്ബ. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അമ്മ പുടവ കയ്യിൽ കൊടുത്തു വിശാഖിൻ്റെ, അതെനിക്ക് തന്നു. ഇതൊന്നും എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. പൂവൊക്കെ ഞങ്ങളിപ്പോൾ വരും, കാരണം എനിക്കത് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈവൻ എൻ്റെ തലയിൽ വെച്ച പൂവ് വരെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോട്ടോ സെക്ഷൻ അതറിയാലോ, ഇത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പാർട്ടി ആളുകളൊക്കെയാണ്. അവരൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞാനാണല്ലോ പൂവ് മാറ്റി വെച്ചു. പിന്നെ നമുക്കൊരു ചടങ്ങുണ്ടായിരുന്നു, പാലും പഴവും കൊടുക്കലായിരുന്നു. അത് എൻ്റെ അമ്മയും വിശാഖിൻ്റെ അമ്മയും. അതോടുകൂടി അമ്മയുടെ ചേച്ചിയും കൂടി പെട്ടെന്ന് തന്നെ നിർത്തി, കാരണം എനിക്ക് പറ്റില്ല സാധനങ്ങളൊന്നും. പിന്നെ അതേ ഫോട്ടോ സെക്ഷൻസ്, വിശാഖിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മൾ വിചാരിച്ചതിൻ്റെ ഇരട്ടിയോളം ആളുകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ആളുകൾ ഭക്ഷണത്തിന് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് പറഞ്ഞു, അത്രയും നല്ല സദ്യയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് നമിക്കേണ്ടത്, കാരണം അത്രയും അധികം ആളുകളുണ്ടായിരുന്നു. ഇത് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ, നമ്മൾ കല്യാണത്തിന് മിനിസ്റ്റർ ക്ഷണിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിസ്റ്റർക്ക് മാല എടുത്ത് തരുന്ന നേരത്തെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 കപ്പിൾ വാച്ച് ഇട്ട് വന്നു. അപ്പോൾ ഞാൻ ആ വാച്ചിൻ്റെ വീഡിയോയും ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ പറയാം. റഹ്മാൻക്ക് ഞങ്ങൾക്ക് 2 പേരും ഒരു കപ്പിൾ വാച്ചാണ് തന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ കെട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് 2 പേരും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുത്തു. ഞാൻ വിശാഖിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു, പക്ഷേ എൻ്റെ കയ്യിൽ കെട്ടിത്തരാൻ പറ്റുന്നില്ല. അത്രയും അധികം നീരുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഈ ക്യാനിലിട്ടതിൻ്റെ ഇഞ്ചക്ഷൻസ് പോയതിൻ്റെയൊക്കെ നല്ല നീരുള്ളത് കൊണ്ട് എൻ്റെ കയ്യിലൊന്നും കൊള്ളുന്നുണ്ടാവില്ല. ഈവൻ ഞാൻ രാവിലെ ഇട്ട വള പോലും കയ്യിൽ മുറിയാക്കിയിട്ടാണ് ഇട്ടത്. ഇത് പിന്നെ അവരെല്ലാവരും കൂടി ML ഓഫീസിലും മിനിസ്റ്റർ ഓഫീസിലൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വെഡ്ഡിങ്. വളരെ വെറൈറ്റി ഉള്ളൊരു വെഡ്ഡിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാനോടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.